السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ തിരു ഹബീബ് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു ഒരുക്കിയ മാർഗത്തിലൂടെ അവൻ നിശ്ചയിച്ച സമയത്ത് അവൻ്റെ സംരക്ഷണത്തിലായി മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. അതും തനിക്കേറ്റവും പ്രിയപ്പെട്ട മണ്ണിൽ നിന്ന്, താൻ ജനിച്ചു വളർന്ന 53 വർഷകാലം താൻ ജീവിച്ച ആ മണ്ണിൽ നിന്ന്, തൻ്റെ കുടുംബക്കാരും ഇഷ്ടക്കാരും തനിക്കേറ്റവും പ്രിയപ്പെട്ട കഅബയും നിലകൊള്ളുന്ന ആ മണ്ണിൽ നിന്ന് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു ഒരുക്കിയ വഴിയിലൂടെയാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. മക്കയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, വല്ലാഹ് ഇന്നകില അഹബ്ബു അർളില്ലാഹി ഇലയ്യ. മക്ക, അള്ളാഹുവിൻ്റെ ഈ ഭൂമി മണ്ണിൽ നിന്ന് എനിക്കേറ്റവും പ്രിയപ്പെട്ട മണ്ണാണ് നിന്റെ മണ്ണ്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നാട് നീയാണ്, മക്കയാണ്. എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആളുകൾ ഇവിടെ നിന്ന് ലൗലാ ഉഖരിജുതു മിൻകി മാ ഖറജതു, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടേച്ചു പോവുകയില്ലായിരുന്നു എന്ന് താൻ പിറന്ന തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണായ മക്കയോട് പറഞ്ഞുകൊണ്ട് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിന് മദീനയിലേക്ക് വഴി കാണിക്കാനുണ്ടായിരുന്നത് അന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചയാളായിരുന്നില്ല, ഒരവിശ്വാസിയായ കാഫിറായ ആളായിരുന്നു നബി തങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അള്ളാഹു ഒരുക്കിയ മാർഗമായിരുന്നു അത്. ആദരവായ നബി തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോൾ നബി തങ്ങളെ തേടി പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് 100 വലിയ ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്ന വിവരം ഇദ്ദേഹവും അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഴി കാണിക്കാൻ, മദീനയിലേക്ക് വഴി കാണിക്കാൻ ആരംഭ നബി തങ്ങൾ കൊടുക്കുന്ന വേതനം, ആ തുച്ഛമായ വേതനം പിൻപറ്റിയാണ് ഇദ്ദേഹം കൂടെ കൂടിയിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹം കാണിക്കുന്ന ആ റൂട്ടിലൂടെ മദീനയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പരിചയമുള്ള പല ആളുകളും വഴിയിൽ വെച്ച് കാണുന്നു. മമ്മഅക്, ആരാ അബൂബക്കറെ നിങ്ങളുടെ കൂടെയുള്ളത്? ഹാദി യഹ്ദീനി, എനിക്ക് വഴി കാണിക്കുന്ന ഒരാളാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു പരിചയമില്ലാത്ത ആളുകൾ സിദ്ദീഖ് എന്നവരോട് ചോദിക്കുമ്പോൾ സിദ്ദീഖ് എന്നവർ പ്രതികരിക്കുന്നത് അങ്ങനെയാണ്, എനിക്ക് വഴികാട്ടിയായ ഒരാളെന്ന്. അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖ് എന്നവരും ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘമായ യാത്ര. ആ യാത്രയിൽ പലതും കാണുന്നു, പലതും സംഭവിക്കുന്നു, പല അത്ഭുതങ്ങളും നടക്കുന്നു. ഒരിക്കൽ അവരെത്തിപ്പെടുന്നത് ഉമ്മു മഅബദ് എന്നവരുടെ വീട്ടിലേക്കാണ്. സൽക്കാരപ്രിയയായിരുന്നു മഹദി. അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ട് പിന്നീട് വിശ്വസിച്ച് സ്വഹാബി വനിതയാണ് റളിയല്ലാഹു അൻഹ. ഈ ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഖുസാഅ ഗോത്രക്കാരിയായ ഈ പെണ്ണ്, ഈ സ്ത്രീ സാധാരണ രീതിയിൽ അവരുടെ അരികിലൂടെ പോകുന്ന ആളുകളൊക്കെയും സൽക്കരിക്കാറുണ്ടായിരുന്നു, അവർക്ക് ഈത്തപ്പഴം നൽകാറുണ്ടായിരുന്നു. ആരംഭ നബിയും സിദ്ദീഖ് എന്നവരും എത്തിപ്പെട്ടിരിക്കുന്നതും അവരുടെ വീടിനരികിലേക്കാണ്. അവർ ചോദിക്കുന്നു, വല്ലതും നൽകാനുണ്ടോ? വില തന്നിട്ട് മതി, ഞങ്ങൾക്ക് കച്ചവടമായി വിറ്റാൽ മതി, വല്ലതും നൽകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്നൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല നൽകാൻ. ഈത്തപ്പഴങ്ങളില്ല, പാല് കുടിക്കാൻ, പാല് കറക്കാൻ പറ്റിയ ആടുകളുമില്ലായിരുന്നു. ആരംഭ നബി തങ്ങൾ ചോദിക്കുന്നത്, ഞാൻ ഈ ആടിനെ കറക്കട്ടെ? സിദ്ദീഖ് എന്നവർ ചോദിക്കുന്നത്, ഈ ആടിനെ കറക്കട്ടെ എന്നാണ്. ഇവിടെ കറക്കാൻ പറ്റിയ ആടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആടില്ല, മെലിഞ്ഞൊട്ടിയ, പ്രസവിച്ചിട്ടില്ലാത്ത മെലിഞ്ഞൊട്ടിയ ഒരാട് മാത്രമാണ് ഇവിടെയുള്ളത്, ഇതിനെ ഞങ്ങൾ കറക്കട്ടെ എന്ന അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നത്. ആരംഭ നബി തങ്ങൾ പാത്രം കൊണ്ടുവരാൻ കൽപ്പിക്കുന്നു. പാത്രം കൊണ്ടുവരുന്നു. അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ആ അകടിൽ പാലില്ലാത്ത ആടിനെ കറക്കുമ്പോൾ അത്ഭുതമാണ് ഉമ്മു മഅബദ് കാണുന്നത്.
പാലില്ലാത്ത ആടിന്റെ അകടിൽ പാല് നിറയുന്നു. അവർക്കെല്ലാവർക്കും കുടിക്കാൻ വേണ്ട പാല് ആരംഭ നബി തങ്ങൾ കറക്കുമ്പോ ആടിൽ നിന്ന് ലഭിക്കുകയാണ്, അവര് കുടിക്കുകയാണ്. ബാക്കി വന്നിരുന്ന അല്പം പാലുകൾ അള്ളാഹുവിന്റെ ഹബീബ് ഉമ്മു മഅബദ് എന്ന വീട്ടുകാരിയെ ഏൽപ്പിച്ചിട്ട് പറയുന്നത്, അബൂ മഅബദ് നിങ്ങളുടെ വീട്ടുകാരൻ, നിങ്ങളുടെ ഭർത്താവ് വരുമ്പോ അദ്ദേഹത്തെ ഏൽപ്പിക്കൂ എന്നാണ്. അദ്ദേഹം അന്നവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. ആരംഭ നബി തങ്ങൾ ഇതും കഴിഞ്ഞുകൊണ്ട് പോവുകയാണ്. മഹദി അത്ഭുതം കാണുകയാണ്. മഹദിയെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു നബി തങ്ങളുടെ പെരുമാറ്റവും അവിടുത്തെ ശരീര പ്രകൃതിയും അവിടുത്തെ സ്വഭാവങ്ങളും അവിടുന്ന് കാണിച്ചിരുന്ന ഈ അത്ഭുതങ്ങളും മോചിതത്വം എല്ലാം കണ്ട് അടുത്ത വീട്ടിൽ പോയി ഒരാടിനെ വാങ്ങിക്കൊണ്ടുവന്ന് ഇവർക്ക് അറുത്തുകൊണ്ട് സൽക്കരിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഈ സൽക്കാരമെല്ലാം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പോവുകയാണ്. വൈകുന്നേരമായപ്പോ അബൂ മഅബദ് വീട്ടുകാരൻ വരുന്നു, ഉമ്മു മഅബദ് എന്നവരുടെ ഭർത്താവ് വരുന്നു. വരുന്ന സമയത്ത് പാല് കൊടുത്തുകൊണ്ടാ മഹദി സ്വീകരിക്കുന്നത്. പാല് കാണുമ്പോ അദ്ദേഹം ചോദിക്കുന്നത്, അന്നാലകി ഹാദാ വലാ ഹലൂബ ഫീ ബൈതിനാ, നമ്മുടെ വീട്ടിൽ കറക്കാൻ പറ്റിയ ആടില്ലല്ലോ ഉമ്മു മഅബദ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പാല് കിട്ടിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് മഹദി നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുകയാണ്. അവരൊന്ന് ചോദിക്കുന്നു, ആരാണ് വന്നിരുന്നത്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഉമ്മു മഅബദ് വല്ലാതെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. നബി തങ്ങളുടെ ശരീര പ്രകൃതിയും അവിടുത്തെ സ്വഭാവ മഹിമയും അവിടുത്തെ കണ്ണെങ്ങനെയായിരുന്നു എന്നും അവിടുത്തെ തലമുടികൾ എങ്ങനെയായിരുന്നു എന്നും അവിടുത്തെ നിറമെന്തായിരുന്നു എന്നും അവിടുത്തെ നടത്തം എങ്ങനെയായിരുന്നു എന്നും 100 നാക്കുകളെ കൊണ്ടാ ഉമ്മു മഅബദ് വിവരിക്കുന്നത്. എല്ലാം കേട്ടപാടെ ഉമ്മു മഅബദിനോട് തന്റെ ഭർത്താവ് പറയുന്നത്, വല്ലാഹി ഹാദാ സ്വാഹിബു ഖുറൈശ്, ഇതാ ഖുറൈശികൾ അന്വേഷിക്കുന്നയാളാണല്ലോ, ആ ഖുറൈശിക്കാരനാണല്ലോ ഇത് എന്ന് മഹദിയോട് ഇദ്ദേഹം പറയുകയാണ്. അദ്ദേഹവും പിന്നീട് വിശ്വസിച്ച സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതും കഴിഞ്ഞ് അങ്ങനെ മദീനയിലേക്ക് തന്നെ യാത്ര പോവുകയാണ്. മക്കയിൽ അല്ലാഹുവിന്റെ റസൂല് എവിടെയാണ് പോയിരിക്കുന്നത് എന്ന വിവരമറിയാതെ പല ആളുകളും വിഷമിക്കുകയാണ്. ശത്രുക്കൾക്കും ഇതറിയുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ എന്നവർ പറയുന്നു, നബി തങ്ങൾ എങ്ങോട്ടാ പോയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നബി എവിടെ എത്തി, എന്താ വിവരമെന്ന് അറിയുന്നില്ല. അറിയാതിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു അശരീരി കേൾക്കുന്നത്, ആളെ കാണാനില്ല, ഒരു ശബ്ദം, ജസല്ലാഹു റബ്ബുന്നാസി ഖൈറാ ജസാഇഹി റഫീഖൈനി ഹല്ലാ ഖൈമതൈ ഉമ്മി മഅബദി ഹുമാ നസല ബിൽ ബിർരി സുമ്മ തറഹല ഫഫലാഹ മൻ നംസാ റഫീഖ മുഹമ്മദി എന്നൊരു ഈരടി കേൾക്കുകയാണ്. നീണ്ടുപോകുന്ന കവിതകളാണ്. മക്കയിൽ നിന്നൊരു അശരീരി കേൾക്കുകയാണ്. ആളെ കാണുന്നില്ല, ശബ്ദം മാത്രമാ കേൾക്കുന്നത്. എന്തോ ഒരു ഭാഗ്യമാണ് ഉമ്മു മഅബദ്. അവരുടെ വീട്ടിലേക്ക് വന്നിറങ്ങിയ ആ 2 ആളുകൾ, 2 കൂട്ടുകാർ എത്ര നല്ല ബർക്കത്തുറ്റവരാണ്, നല്ല ആളുകളാണല്ലോ. അവരുടെ വീട്ടിലേക്ക് എത്തിയ ഈ 2 ആളുകളും അവരെ കൊണ്ട് മഹാഭാഗ്യമാണല്ലോ ഉമ്മു മഅബദിന് ലഭിച്ചത് എന്ന് തുടങ്ങിയ ആരംഭ നിബിതങ്ങളും സിദ്ദീഖെന്നവരും ഉമ്മു മഅബദിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, മദീനയിലേക്കുള്ള യാത്രയിലാണ് എന്ന് ഈ സംസാരം കേട്ടുകൊണ്ട് മക്കയിലെ ആളുകൾ തിരിച്ചറിയുകയാണ്. മക്കയിലെ ഖുറൈശികളും ഇത് കേട്ടു. മുശ്രിക്കുകൾ അവരും അള്ളാഹുവിന്റെ റസൂലിനെയും സിദ്ദീഖെന്നവരെയും അന്വേഷിച്ചു വരുന്നു. ഉമ്മു മഅബദിന്റെ വീട്ടിലെത്തുന്നു. ഉമ്മു മഅബദിനോട് ചോദിക്കുന്നു. അവര് പറയുന്നു, എനിക്കറിയില്ല, നിങ്ങൾ എന്താ പറയുന്നത്, ഇവിടെ 2 ആളുകൾ വന്നിട്ടുണ്ട്, കറവ വറ്റിപ്പോയ ആടിനെ അവർ കറന്നിട്ടുണ്ട്, അത്ഭുതം കാണിച്ചിട്ടുണ്ട്, നല്ല സ്വഭാവക്കാരൻ, അതിസുന്ദരനായ ആള് എന്നൊക്കെ പറയുമ്പോഴാ മക്കയിലെ ഖുറൈശികൾ പറയുന്നത്, ഇത് തന്നെയാണല്ലോ മുഹമ്മദ്, ഞങ്ങൾ അന്വേഷിക്കുന്ന മുഹമ്മദ് ഇതുതന്നെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരം ഉമ്മു മഅബദിൽ നിന്ന് ലഭിച്ചപ്പോ മക്കയിലെ ഖുറൈശികൾ പറയുകയാണ്. അവർ മനസ്സിലാക്കുന്നു അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് തന്നെയാണ് പോയത് എന്ന്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും മദീനയിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെയും സിദ്ദീഖ് എന്നവരെയും തേടിയിട്ട് നാനാഭാഗത്തേക്കും മക്കയിലെ മുശ്രിക്കുകൾ പോയിട്ടുണ്ട്. നബി എവിടേക്കാണ് പോയത് എന്നറിയാതെ പല ഭാഗത്തും അന്വേഷിക്കുകയാണ്. ബനൂ മുദ്ലിജ് ഗോത്രക്കാരനായ സുറാക്ക അദ്ദേഹം വിവരിക്കുന്നു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തത് കാണാം. സുറാക്ക ഇദ്ദേഹത്തിന്റെ ഗോത്രക്കാരുടെ അരികിൽ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുന്നത്, ഈ കടൽ തീരത്തു കൂടെ ചില ആളുകൾ പോകുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു. ഉറാ മുഹമ്മദം വഅസ്ഹാബ, ഞാൻ മനസ്സിലാക്കുന്നത് അത് മുഹമ്മദും മുഹമ്മദിന്റെ അനുയായികളുമാണ് എന്നാണ്. സുറാക്ക പറയുന്നു, ഞാൻ ഉറപ്പിച്ചു അത് മുഹമ്മദ് നബി തങ്ങൾ തന്നെയാണെന്ന്. പക്ഷെ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അല്ല, അത് മുഹമ്മദ് അല്ല, നമ്മുടെ അരികിലൂടെ ഇപ്പൊ 2 ആളുകൾ പോയില്ലേ, ഞാൻ 2 ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരായിരിക്കും പോയത്, അവരിപ്പോ അങ്ങ് പോയിട്ടല്ലേ ഉള്ളൂ,
എന്ന് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത്, നബിയെയും സിദ്ദീഖിനെയും പിടിച്ചു കൊടുത്തിട്ട് എനിക്ക് വേണം ആ 100 ഒട്ടകത്തെ സമ്മാനമായി ലഭിക്കാൻ, അതിന്റെ അവകാശം എനിക്ക് കിട്ടണം, ആ 100 ഒട്ടകത്തെ എനിക്ക് നേടിയെടുക്കണം. ഈ ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്. സുറാഖ പറയുന്നു, ഞാൻ അല്പനേരം അവിടെ ഇരുന്നു. സംസാരങ്ങൾ മറ്റു രീതിയിലേക്കായി മാറി. ആളുകൾക്കൊന്നും സംശയം തോന്നാത്ത വിധം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് വീട്ടിൽ നിന്ന് എന്റെ കുതിരയെ എടുത്തു. ഞാൻ അതിശീഘ്രം കുതിച്ചു അവര് പോയ വഴിയിലേക്ക്. ഞാൻ വഴി മനസ്സിലാക്കി ചെന്നു നോക്കുമ്പോ ദൂരെ യഥാ കാണുന്നു മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖ പിന്നീട് വിശ്വസിച്ച സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണുകയാണ്. ഇദ്ദേഹം നടന്ന് ഏതാണ്ട് അവരുടെ അരികിലേക്ക് എത്താനാകുമ്പോ ഇദ്ദേഹത്തിന്റെ വാഹനം കുതിര ഇദ്ദേഹത്തെ നിലത്ത് തള്ളിയിടുകയാണ്. ഇദ്ദേഹം എഴുന്നേൽക്കുന്നു, കുതിരപ്പുറത്ത് കയറുന്നു. ഒരൽപ്പ ദൂരം സഞ്ചരിക്കുമ്പോൾ വീണ്ടും നിലത്തേക്ക് തന്നെ വീഴുകയാണ്. എന്താണ് നടക്കുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് തിരിഞ്ഞു നോക്കുന്നില്ല. നബി തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം സുറാഖ പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ട്. സിദ്ദീഖ് എന്നവർ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെയും സുറാഖയെ കാണുന്നു. ആരംഭ നബിയോട് പറയുന്നു, ഇതാ നമ്മെ തേടി നമ്മുടെ അരികിലെത്തിയിരിക്കുന്നു എന്ന്. എന്തിനാ സിദ്ദീഖെ പേടിക്കുന്നത്? ലാ തഖഫ് ഇന്നല്ലാഹ മഅന, പേടിക്കണ്ട സിദ്ദീഖെ, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. സുറാഖ വീണ്ടും വീണ്ടും അടുത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ കുതിര ഇദ്ദേഹത്തെ തള്ളിയിടുകയാണ്. ഏതാണ്ട് അടുത്തെത്തിയ സമയത്ത് ഫബക അബൂബക്കർ, അബൂബക്കറിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹം കരയുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നത്, മായുബിക്കി, എന്തിനു കരയണം അബൂബക്കറെ? അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടല്ലോ. നബിയെ, എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചുകൊണ്ടല്ല, അങ്ങയെ പിടിക്കുമല്ലോ, അങ്ങേക്ക് അപകടം പറ്റുമോ? സുറാഖ വന്ന് നമ്മെ പിടികൂടുമോ? അങ്ങേക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാലോചിച്ചാണ് ഞാൻ കരയുന്നത് എന്ന് പറയുമ്പോഴാ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, ആരംഭ നബിയെ, അങ്ങേക്കിതാ ഈ ഭൂമിയെ എന്തും ചെയ്യാൻ, എന്തും കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയിരിക്കുന്നു. എന്തു വേണമെങ്കിലും അങ്ങേക്ക് ചെയ്യാം. ആരംഭ നബി തങ്ങൾ ഭൂമിയോട് പറയുന്നത്, സുറാഖയുടെ വാഹനത്തെ പിടിക്കൂ എന്നാണ്. സുറാഖയെ പിടികൂടൂ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വാഹനം, ഇദ്ദേഹത്തിന്റെ കുതിര ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. അതിന്റെ കാലുകൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്നു, മുട്ടുവരെ താഴ്ന്നു പോകുന്നു. ഇദ്ദേഹം പ്രയാസപ്പെടുന്നു, കാര്യം തിരിച്ചറിയുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്നും നബി തങ്ങൾ പറഞ്ഞതിന്റെ ഫലമാണെന്നും ഇദ്ദേഹം ഇത് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അൽ അമാൻ, ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹമായാണ് വരുന്നത്, നിങ്ങൾക്കെതിരായി ഒന്നും ഞാൻ നിൽക്കുകയില്ല, നിങ്ങൾക്ക് നേട്ടമാണ്, എന്നെ രക്ഷപ്പെടുത്തൂ എന്നാ പറയുന്നത്. ആരംഭ നബി തങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരുന്നു. നബി തങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല, ഞാൻ മടങ്ങിപ്പോകാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി, എന്റെ വാഹനത്തിന് ഒരു അപകടവും പറ്റരുത്, ഞാൻ മടങ്ങിപ്പോകാം. ആര് ഈ വഴിയിലേക്ക് വരുന്നോ, മദീനയുടെ ഭാഗത്തേക്ക് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആര് വരികയാണെങ്കിലും അവരെ ഒക്കെയും ഞാൻ മടക്കി അയക്കാം. ഈ വഴിയിൽ ആരും വരില്ല, ഇങ്ങോട്ടാരും വരില്ല. നിങ്ങൾക്ക് ധൈര്യസമേതം പേടിയില്ലാതെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മദീനയിലേക്ക് പോകാമെന്ന് സുറാഖ പറയുകയാണ്. ഈ സുറാഖയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിരുന്നത്, യാ സുറാഖ കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, എന്തായിരിക്കും സുറാഖ നിങ്ങളുടെ അവസ്ഥ, എന്തായിരിക്കും? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. കിസ്റ ചക്രവർത്തിയുടെ ഹുർമുസിന്റെ അദ്ദേഹത്തിന്റെ വള, ആ സ്വർണത്തിന്റെ വള നിങ്ങൾ അണിയിക്കപ്പെടുന്ന നേരത്ത്, നിങ്ങൾ അദ്ദേഹത്തിന്റെ വളയണിയുന്ന നേരത്ത് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ സുറാഖയോട്. അദ്ദേഹം അത്ഭുതത്തോടുകൂടെയാ അത് കേട്ടിരുന്നത്. സുറാഖ കിസ്റ ചക്രവർത്തിയുടെ, മഹാരാജാവിന്റെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന ആ വള എന്റെ കൈകളിൽ അണിയിക്കപ്പെടുമെന്നോ എന്ന് ഇദ്ദേഹം അത്ഭുതത്തോടുകൂടെ നോക്കുകയാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. സിദ്ദീഖ് എന്നവരുടെ ഭരണവും അവിടുത്തെ വഫാത്തും കഴിഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കിസ്റ ചക്രവർത്തിയുടെ വള ഉമർ എന്നവരുടെ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കോർത്തുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുറാഖയുടെ കൈകളിലേക്ക് ആ കിസ്റയുടെ വളകൾ അണിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഈ സുറാഖ മടങ്ങിപ്പോവുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മടങ്ങിപ്പോയി മക്കയിലേക്ക് ചെന്ന് ആളുകളൊക്കെയും മടക്കി അയക്കുകയാണ്. മദീനയിലേക്ക് വരുന്നവരെ എല്ലാം തിരിച്ചയക്കുന്നു. മക്കയിലെത്തിയതിനു ശേഷം ഇദ്ദേഹം നടന്ന സംഭവങ്ങൾ ഇദ്ദേഹത്തിന് ഒളിച്ചു വെക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹത്തിന് പറ്റിയതും ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് പറ്റിയതും നബി തങ്ങളെ കണ്ടതുമെല്ലാം ഇദ്ദേഹം അവിടെ നിന്ന് വിവരിക്കുകയാണ്. അബൂജഹൽ ദേഷ്യപ്പെടുകയാണ്.
സുറാക്കയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരുമോ, ആരെങ്കിലും മതം മാറുമോ എന്നുവരെ അബൂജഹൽ പേടിച്ചുകൊണ്ട് സുറാക്കയെ ശകാരിക്കുകയാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്താ സുറാക്ക അവിടെ നിന്ന് അറിയാതെ ഇദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വന്നുപോയത്. അല്ല, സുറാക്ക അബൂജഹലിന്റെ മുഖത്ത് നോക്കി പാടിയത് അബാഹാകമിൻ വല്ലാത്തി ലൗ കുന്ത ഷാഹിദ ലിയംരി ജവാദി ഇദ് തസൂഹു ഖവായിമു അലിംത വലം തസ്കുക് ബി അന്ന മുഹമ്മദ റസൂലും ബിബുർഹാനിൻ ഫമൻ ദാ യുഖാവിമു. അബൂ ഹക്കം, നിങ്ങളെങ്ങാനും എനിക്ക് പറ്റിയ സമയത്ത്, എന്റെ വാഹനത്തിനു പറ്റിയ സമയത്ത്, എന്റെ വാഹനത്തിന്റെ കാലുകൾ, എന്റെ കുതിരയുടെ കാലുകൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന ആ സമയത്ത് നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുമായിരുന്നു ആരാണ് മുഹമ്മദ് എന്ന്. നിങ്ങൾക്ക് ഒരിക്കലും സംശയം വരില്ലായിരുന്നു. ലാത്തയെ തന്നെയാണ് സത്യം, നിങ്ങൾ ഒരിക്കലും സംശയിക്കില്ല. ആ മുഹമ്മദ് സത്യമാണെന്നും ബർക്കത്തുള്ളയാളാണെന്നും മുഹമ്മദ് കൊണ്ടുവന്നത് സത്യമാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുമായിരുന്നു. ആ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുല്യമായ ഒരാളില്ല എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെടുമായിരുന്നു. നിങ്ങൾ അവിടെയുണ്ടായിരുന്നെങ്കിൽ എന്ന് മഹാനായ സുറാഖ റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് പറയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പോകുന്നവരെ ഒക്കെ വഴിയിൽ വെച്ച് സുറാഖ മടക്കി അയച്ചിട്ടുണ്ട്. ആരംഭ നബി തങ്ങൾ അങ്ങനെ മദീനയിലേക്ക് തന്നെ പോവുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഇറങ്ങിയ വിവരം മദീനയിലെ അൻസ്വാരികൾ അറിഞ്ഞിട്ടുണ്ട്. അവര് നബിയെ സ്വീകരിക്കാൻ, നബിയെ വരവേൽക്കാൻ എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. നബി തങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. ദിവസങ്ങളായി അവരങ്ങനെ കാത്തിരിക്കുകയാണ്. അന്നൊരു ദിവസം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ പൊൻതാരകം ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്തതുപോലെ ഒരു റബീഉൽ അവ്വലിന്റെ 12 തിങ്കളാഴ്ചയായപ്പോ ആരംഭ നബി തങ്ങളതാ മദീനയിലേക്ക് കയറുകയാണ്. മദീനയിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരുന്ന പല ആളുകളും വെയിൽ ചൂടായ സമയത്ത് തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ആ സമയത്താണ് വീടിന്റെ മുകളിൽ നിന്നൊരു ജൂതൻ ആരംഭ നബി തങ്ങൾ ദൂരെ നിന്നും നടന്നു വരുന്നത് കാണുന്നത്. നബിയെ അദ്ദേഹം അടയാളം നോക്കി മനസ്സിലാക്കിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂന, നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ വിഹിതമിതാ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നയാളിതാ, മുഹമ്മദ് വന്നിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികൾ കേൾക്കേണ്ട താമസം 500ഓളം അൻസ്വാരികളാ ആരംഭ നബി തങ്ങളെ സ്വീകരിക്കാൻ വന്നത്. ഒരു വൻ സൈന്യം തന്നെയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വീടിന്റെ മുകളിൽ സ്ത്രീകൾ കാത്തിരിക്കുകയാണ്. മച്ചിന്റെ മുകളിലേക്ക് കയറി അവർ കാത്തിരിക്കുന്നു, കുട്ടികൾ കാത്തിരിക്കുന്നു. 500ഓളം അൻസാരികളായ ആളുകളും അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. നബി തങ്ങൾ വരുമ്പോൾ തന്നെ മദീന പ്രകാശിക്കുകയാണ്. ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ എന്ന് സ്ത്രീകളും കുട്ടികളും എല്ലാം പാട്ടുപാടിയിട്ട് വീടിന്റെ മുകളിൽ നിന്ന് കണ്ട് ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ, മുഹമ്മദ് നബി ദാ വന്നിരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. അനസ് എന്നവർ പറയുന്നു, വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്, വർണ്ണിക്കാൻ പറ്റാത്തൊരു കാഴ്ച. അതുപോലൊരു കാഴ്ച ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും നബിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് എന്നവരുമാ വരുന്നത്. പലരും നബിയെ കണ്ടവരല്ല, ആദ്യമായി കാണുന്നവരാ. സിദ്ദീഖ് എന്നവരെയും കണ്ടിട്ടില്ലാത്ത പലരുമാണ്. അവർക്ക് തിരിച്ചറിയുന്നില്ല ഇതിലാരാണ് നബി എന്ന്. ചിലരൊക്കെയും ചെന്നുകൊണ്ട് സിദ്ദീഖ് എന്നവർക്കാണ് കൈ കൊടുക്കുന്നത്, അവിടുത്തെ മുസാഫഹത്ത് ചെയ്യുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് വെയില് വരുന്ന സമയത്ത്, സൂര്യന്റെ ചൂട് വരുന്ന സമയത്ത് തന്റെ തട്ടമെടുത്തുകൊണ്ട് ഒരു കുടയാക്കി പിടിച്ച് നബി തങ്ങൾക്ക് തണല് വിരിച്ചു കൊടുക്കുകയാ സിദ്ദീഖ് എന്നവർ. ഇത് കാണുമ്പോഴാ അവര് മനസ്സിലാക്കുന്നത് ആരാ നബി തങ്ങളെന്ന്. അവരല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്നു. നബി തങ്ങൾ മക്കയിലെത്തിയിട്ട് കുബ എന്ന പ്രദേശത്ത് ആദ്യമായി എത്തിയത്. അവിടെ ഏതാനും ദിവസങ്ങൾ താമസിക്കുന്നു. അവിടെ പള്ളി ഉണ്ടാക്കുന്നു, കുബായിലെ പള്ളി. ലമസ്ജിദുൻ ഉസ്സിസാല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി എന്ന് വിശുദ്ധ ഖുർആൻ പിന്നീട് പുകഴ്ത്തി പറഞ്ഞത് ഈ പള്ളിയെ കുറിച്ചാണ്. തഖ്വയുടെ മേൽ അടിത്തറവാകപ്പെട്ട പള്ളി. നബി തങ്ങൾ ആദ്യമായി മദീനയിലെത്തിയപ്പോ സ്ഥാപിച്ച പള്ളി ആ ഖുബാ പള്ളി. അവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ചതിന് ശേഷം ആരംഭ നബി തങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് പോകുമ്പോ ആളുകൾ ചോദിക്കുന്നത്, ഞങ്ങളെ മടുത്തിട്ടാണോ നബിയെ പോകുന്നത്? അല്ല, ഇതിനേക്കാൾ സൗകര്യമുള്ള വീട് തേടിയിട്ടാണോ? ആരംഭ നബി തങ്ങൾ പറയുന്നത്, ഞാൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാ പോകുന്നത്.
ഫഇന്നഹാ മഅ്മൂറ ഖല്ലൂ സബീലഹാ, എന്റെ വാഹനത്തെ നിങ്ങൾ അങ്ങ് വിട്ടേക്കൂ, അത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് അനുസരിച്ചു കൊണ്ടുപോകുന്നതാണ്, ഞാൻ അതിന്റെ കൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മദീനയിലേക്ക് തന്നെ പോവുകയാണ്. ഖുബാ പള്ളിയുടെ ചാരത്തു നിന്ന് പോകുന്നു. അൻസാരികൾ പലരും ആരംഭ നബി തങ്ങളോടൊപ്പം കൂടുന്നു. ഓരോരോ വീടിന്റെ അരികിലും എത്തുമ്പോ ഓരോ ഗോത്രക്കാരും യാ റസൂലല്ലാഹ് അഖിം ഇന്ധന, ഇവിടെ താമസിക്കൂ നബിയെ, ഞങ്ങളോടൊപ്പം താമസിക്കാം എന്ന് പറയുന്നു. അപ്പോഴൊക്കെയും നബി തങ്ങൾ പറയുന്നത് ഖല്ലൂ സബീല ഫഇന്നഹാ മഅ്മൂറ, എന്റെ ഒട്ടകത്തെ ആരും തെളിക്കണ്ട, അതിനെ നിങ്ങളങ്ങ് വിട്ടേക്കൂ, അത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം പോകുന്നതാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാ പോകുന്നത് എന്ന് പറഞ്ഞ് എവിടെ എത്തുമ്പോഴും ആര് പറയുമ്പോഴൊക്കെയും ആരംഭ നബി തങ്ങൾ ഇങ്ങനെ തന്നെയാ പ്രതികരിക്കുന്നത്. അവസാനം എത്തിയത് ബനു നജ്ജാർ ഗോത്രക്കാരുടെ അരികിലേക്കാണ്. അവിടെ ചെന്നുകൊണ്ടാണ് ആരംഭ നബി തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തുന്നത്. ആരംഭ നബി തങ്ങൾ പറഞ്ഞു ഹാദൽ മൻസിൽ, ഇവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്, ഇവിടെയാണ് താമസം എന്ന് പറയുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനപ്പുറത്തുണ്ടായിരുന്ന നബി തങ്ങളുടെ ഭാണ്ഡം, അവിടത്തെ കെട്ടുകൾ എടുത്തുകൊണ്ട്, അവിടുത്തെ ഭക്ഷണങ്ങളും അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നബി തങ്ങളും അതിന്റെ കൂടെയാ പോകുന്നത്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്, അവിടെയാ നബി തങ്ങൾ താമസിക്കുന്നത്. ആരംഭ നബി തങ്ങൾ താഴെ താമസിക്കുന്നു. വീടിന്റെ മുകൾ ഭാഗത്താണ് അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ താമസിക്കുന്നത്. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, അങ്ങ് ഞങ്ങളുടെ താഴെ, അങ്ങേക്ക് മുകളിൽ ഞങ്ങൾ താമസിക്കുന്നത്, അതിലൊരു പ്രയാസമുണ്ട് നബിയെ, ഞങ്ങൾ അടിയിൽ താമസിക്കാം, അങ്ങ് ഉന്നതങ്ങളിലാ, അങ്ങ് മുകളിലാ താമസിക്കേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് പറയുമ്പോ ആരംഭ നബി തങ്ങൾ പറയുന്നത്, എനിക്ക് സുഖം ഇതാണ്, എന്നെ കാണാൻ വരുന്നവർക്കും എന്നെ സ്വീകരിക്കാൻ വരുന്നവർക്കും എന്റെ അരികിലേക്ക് വരുന്നവർക്കൊക്കെയും വരാൻ സുഖം ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നതാണെന്ന് പറയുന്നു. അവർക്ക് പറ്റുന്ന വിഭവങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന് അവർ സമ്മാനിക്കുകയാണ്, നൽകുകയാണ്. നല്ല ഭക്ഷണങ്ങൾ അവരുണ്ടാക്കി കൊടുത്തയക്കും. അവിടുന്ന് കഴിച്ച് ബാക്കിയാക്കി കൊടുത്തയക്കുമ്പോ നബി തങ്ങൾ എവിടെയാണോ കൈവച്ചിരുന്നത്, എവിടെയാണോ വിരൽ തട്ടിയത്, അതേ ഭാഗത്ത് തന്നെ വിരൽ തട്ടിച്ച് ആ ഭാഗത്ത് നിന്ന് തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് അതിന്റെ ബർക്കത്ത് നേടാൻ വേണ്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം. ആരംഭ നബി തങ്ങൾ ഏതാണ്ട് 7 മാസത്തോളം കാലം അവരുടെ വീട്ടിലാ താമസിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന ആളുകൾ വീണ്ടും മദീനയിലേക്ക് ഹിജ്റ വരികയാണ്. പല ആളുകളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നബി തങ്ങൾ മക്കയിൽ നിർത്തിപ്പോന്നതായിരുന്നു. അദ്ദേഹവും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മദീനയിലേക്ക് വരുന്നു. കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആരംഭ നബി തങ്ങളുടെ അരികിലേക്ക് വരുമ്പോ പലപ്പോഴായി ഇദ്ദേഹം നടന്നത് കാരണം തന്റെ കാലിൽ മുറിവ് വന്ന് പൊട്ടിയിട്ട് ചോരൊലിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പവിത്രമായ അവിടുത്തെ ഉഹ്നീരെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ പുരട്ടിയിട്ട് ഫബക്കാ റഹ്മത്തല്ലഹു, അദ്ദേഹത്തിനോട് കരുണ തോന്നിയിട്ട് ആരംഭ നബി തങ്ങളുടെ കണ്ണ് പോലും നിറഞ്ഞു പോയിട്ടുണ്ട്. അലിയാരും ഹിജ്റ വന്നു, പല ആളുകളും ഹിജ്റ വന്നു. ആരംഭ നബി തങ്ങൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് എവിടെയാണോ ആരംഭ നബി തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയതെങ്കിൽ അതേ സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളി പണിയുകയാണ്. മസ്ജിദുൻ നബവി അവിടെ പണിയുകയാണ്. സഹൽ സുഹൈൽ എന്ന് പറയുന്ന 2 കുട്ടികളുടെ സ്ഥലമായിരുന്നു അത്. മിർബദ്, അവരുടെ ഈത്തപ്പഴങ്ങൾ ഉണക്കാനിട്ടിരുന്ന സ്ഥലം. ആ സ്ഥലത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം മുട്ടുകുത്തിയിരുന്നത്. അവിടെയാണ് ആരംഭ നബി തങ്ങൾ മദീനത്തെ പള്ളി പണിയുന്നത്. ആ കുട്ടികളോട് സ്ഥലം ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ വെറുതെ തരാം. നബി തങ്ങൾ പറയുന്നു, ഇല്ല, എനിക്ക് പണത്തിന് പകരം മതി. നബി തങ്ങൾ പണം കൊടുത്തുകൊണ്ട് ആ സ്ഥലം വാങ്ങിയിട്ട് അവിടെയാണ് മുത്തുനബിയുടെ മദീനയിലെ പള്ളി ആരംഭ നബി തങ്ങൾ പണിയുന്നത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.